നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇതൊരു പ്ലാസ്റ്റിക് പ്ലാന്റ് പോട്ടാണ് കേട്ടോ, വൈറ്റ് കളറിൽ. ഇത്രയിൽ 2 പോട്ടുണ്ട് എൻ്റെ കയ്യിൽ. അപ്പോൾ യൂസ് ചെയ്തിട്ട് പൊടിയൊക്കെ പിടിച്ച് കുറച്ച് കാണാൻ ആ വൈറ്റ് കളർ ആയതുകൊണ്ട് അറിയാമല്ലോ, അഴുക്കൊക്കെ പിടിച്ച് കഴിയുമ്പോൾ കാണാൻ അത്ര ഭംഗിയുണ്ടാകത്തില്ല. അപ്പോൾ ഞാൻ അതിനെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തേച്ച് വൈറ്റ് കളർ പെയിൻറ്റ് ചെയ്തു. സ്പ്രേ പെയിൻ്റാണ് ചെയ്തത്. അപ്പോഴേ അത് കാണാൻ കുറച്ച് ഭംഗിയായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഗോൾഡൻ പെയിൻറ്റ് കൊണ്ട് ഡിസൈൻ ചെയ്യുവാണ്. ഇത് സ്പ്രേ പെയിൻറ്റ് തന്നെയാണ് കേട്ടോ, ഗോൾഡൻ കളറിലും. പക്ഷേ 2 പോട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഒരെണ്ണത്തേൽ ഞാൻ ആദ്യം സ്പ്രേ ചെയ്ത് തന്നെ ഈ ഗോൾഡൻ കളർ പെയിൻറ്റ് സ്പ്രേ ചെയ്ത് തന്നെ ഡിസൈൻ കൊടുത്തായിരുന്നു കേട്ടോ. അന്നേരം അത് അടുത്തുനിന്ന് കാണുമ്പോൾ ഓക്കെയാണ്, പക്ഷെ ദൂരെ നിന്ന് കാണുമ്പോൾ അത് പൊടി പിടിച്ച പോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. കാണുമ്പോൾ തോന്നുകയല്ല ഡിസൈൻ ചെയ്തതാണെന്ന്. അച്ഛനും പറയുന്നുണ്ട് അത് കാണാൻ ഭംഗിയില്ല, അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഡിസൈൻ ചെയ്യാനായിട്ട്. അങ്ങനെ ഞാൻ വീണ്ടും അതിനെ വൈറ്റ് കളർ പെയിൻറ്റ് കൊണ്ട് ഒന്നുകൂടെ കവർ ചെയ്യുന്ന രീതിയിൽ പെയിൻറ്റ് ചെയ്തേച്ചാണ് ഇപ്പോൾ 2നും ഒരേ ഡിസൈൻ കൊടുക്കുന്നത് കേട്ടോ. വലിയ ചിത്രപ്പണിയൊന്നും ചെയ്യുന്നില്ല, കാരണം വെയിലത്തൊക്കെ വെക്കുമ്പോൾ ഇളകിപ്പോയാലോ എന്നൊക്കെ കരുതി പൊളിഞ്ഞ് ഇളകിപ്പോയാലേ, അപ്പോൾ ഇനി അങ്ങനെ എങ്ങാനും ആണെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ചെറിയ ഡിസൈനൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ സ്പ്രേ പെയിൻറ്റ് ഇതുപോലെ ഞാനൊരടപ്പയിൽ സ്പ്രേ ചെയ്തെടുത്തിട്ട് അതിൽ ഡിപ്പ് ചെയ്താണ് പെയിൻറ്റ് ചെയ്യുന്നത് കേട്ടോ. അതിൽ ബ്രഷ് മുക്കിയിട്ടാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനത് പെയിൻറ്റിൽ മുക്കിയിട്ട് സ്പ്രിങ്കിൾ ചെയ്യുവാണ് പെയിൻറ്റ്. അപ്പോൾ അതിങ്ങനെ കുത്തായിട്ട് അവിടെ ഇവിടെ ഒക്കെ വീഴുമല്ലേ, അപ്പോൾ അത് കാണാൻ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. പക്ഷേ ഈ വീഡിയോയിൽ ആ ഡിസൈൻ കാണാൻ പറ്റത്തില്ല കേട്ടോ. നേരിട്ട് കാണുമ്പോൾ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ പെയിൻറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഇതിൽ എനിക്ക് തോന്നുന്നു ഇത്തിരി വൈറ്റ് പോട്ടില്ലേ ഇങ്ങനെ നീളത്തിലൊക്കെയുള്ള, അതിൽ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവറോ ആർട്ടിഫിഷ്യൽ പ്ലാന്റോ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട്, വീട് ഡെക്കറേറ്റ് ചെയ്യാൻ വെക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. കാരണം മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ വൈറ്റ് പോട്ടായതുകൊണ്ട് പെട്ടെന്ന് ചള്ളയൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ വൃത്തികേടാവും. അതുകൊണ്ട് എപ്പോഴും ആർട്ടിഫിഷ്യൽ ഫ്ലവറോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ പ്ലാന്റോ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഞാൻ ഇതെല്ലാം മണ്ണ് നിറച്ച് ചെടി തന്നെയാണ് നട്ടിരുന്നത് കേട്ടോ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, വൺസ് ഇൻ എ വീക്ക് നമ്മളൊന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുത്താൽ മതി. അതിപ്പോൾ വൈറ്റ് പോട്ടാണെങ്കിൽ പെട്ടെന്ന് വൃത്തികേടാകുമല്ലോ, അകത്തായാലും പുറത്താണേലും, ഇൻഡോർ ആയാലും ഔട്ട്ഡോർ ആയാലും പെട്ടെന്ന് അത് പൊടി പിടിച്ച് അഴുക്കാകും. അപ്പോൾ ഒന്ന് ആഴ്ചയിൽ തുടച്ച് കൊടുത്താൽ മതി, ഓക്കെ ആയിരിക്കും. അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ തീരെ തുടച്ചാൽ പറ്റാത്ത എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാലാണ് ഇതുപോലെ ആയിപ്പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ പ്ലാസ്റ്റിക് പോട്ടിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ സ്പ്രേ പെയിൻ്റാണ് കുറച്ചുകൂടെ നല്ലത് കേട്ടോ. ഞാൻ ബ്രഷ് ചെയ്തും ഇതിനു മുമ്പ് ഒരു പോട്ട് പെയിൻറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷേ അത് പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അവർക്കത് അറിയാൻ പറ്റും നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്താണ്. പക്ഷേ ഈ സ്പ്രേ പെയിൻ്റ് ആണെങ്കിൽ നല്ലൊരു ഫിനിഷിങ് ലുക്കാണ്. മറ്റേ ബ്രഷ് വെച്ച് പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ലുക്ക് വരും. ഇതാവുമ്പോഴത്തേനും അതില്ല കേട്ടോ, നല്ലൊരു ഫിനിഷിങ് ലുക്ക്. പെട്ടെന്ന് ഇത്രയിൽ പെയിൻ്റൊക്കെ ചെയ്യുന്ന ആരെങ്കിലും കണ്ടാൽ തിരിച്ചറിയുന്നെങ്കിലേ ഉള്ളൂ, അല്ലാതെ പെട്ടെന്നൊന്നും ആർക്കും മനസ്സിലാകത്തില്ല കേട്ടോ നമ്മളിത് പെയിൻറ്റ് ചെയ്തെടുത്തതാണെന്ന്. അതുകൊണ്ട് പ്ലാസ്റ്റിക് ചെടിച്ചട്ടികളിൽ പെയിൻറ്റ് ചെയ്യുമ്പോഴത്തേനും സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യുക. പിന്നെ സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് അത് കുറച്ച് ദൂരെ നിന്നായിരിക്കും നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത്, സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. അന്നേരം ഈ പെയിൻറ്റ് നിലത്തൊക്കെ വീഴും. ഞാൻ തന്നെ ഇപ്പോൾ വീടിൻ്റെ പുറമേ വെച്ചാണ്, അതായത് പുറത്ത് വെച്ചാണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഇൻ്റർലോക്കയിലൊക്കെ പെയിൻറ്റ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ന്യൂസ് പേപ്പർ വിരിച്ചേച്ച് അതിൻ്റെ പുറത്ത് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എവിടെ വെച്ചാണോ സ്പ്രേ ചെയ്ത് പെയിൻറ്റ് ചെയ്യാൻ ആലോചിക്കുന്നത് അവിടെ ഫുള്ളൊന്ന് വേസ്റ്റ് പേപ്പർ എന്തെങ്കിലും വെച്ച് കവർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങി വന്നിട്ട് കാണിച്ചു തരാം എങ്ങനെയായിരിക്കുന്നതെന്നുള്ളത്. അതെ, ഇതുപോലാണ് കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ, ആ സ്പ്രിങ്കിൾ ചെയ്ത സ്പോട്ടുകളൊന്നും കാണാൻ പറ്റത്തില്ല, പക്ഷെ നേരിട്ടത് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇനി ഇതേൽ ഞാൻ ചെടി നട്ട് കൊടുത്തിട്ട് കാണിച്ചു തരാവേ. ഒരെണ്ണത്തേൽ ഞാൻ പാം ട്രീ ആണ് നട്ടത്. മറ്റേ ചെടിച്ചട്ടിയിൽ ഞാൻ നട്ടത് ടേർട്ടിൽ വൈനാണ് കേട്ടോ, ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയ വീഡിയോ ആയിട്ട് വേഗം വരുന്നതായിരിക്കും. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കുക. ബൈ.